ഇപ്പോൾ യുകെയിലെ ഗവൺമെന്റ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ വിസാ നിയമങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പുറത്തു വന്നതോടെ ധാരാളം പേരാണ് മധുചേട്ടാ ഇപ്പോൾ ആശങ്കയോടുകൂടി നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ പലരും പറഞ്ഞു അവരുടെ വിസ ക്യാൻസൽ ചെയ്യുന്ന സാഹചര്യങ്ങളിലോട്ട് കാര്യങ്ങൾ എത്തുന്നു. പല കെയർ ഹോമുകളിലും വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. മധുചേട്ടനെയും ധാരാളം പേര് വിളിച്ചല്ലോ. എന്താണ് ശരിക്കും ഈ ഒരു സാഹചര്യങ്ങൾ? അവർ ശരിക്കും പേടിക്കേണ്ടതുണ്ടോ? ഇപ്പോൾ ധാരാളം പാനിക്കാകുന്ന ഒരുപാട് വാർത്തകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ആശ്വാസകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു പുതിയ തീരുമാനങ്ങളിലൂടെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ മധുചേട്ടാ? സത്യം ഈ കാര്യം പറഞ്ഞ് ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. ഇതിനകത്ത് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്നറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. ഇതുവരെയുള്ള നമ്മളുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമകാലികമായ ഒരവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ രാജ്യത്ത് വരാൻ പോകുന്ന മാറ്റങ്ങൾ ഒരു പൊളിറ്റിക്കൽ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഗവൺമെൻറ് നിർബന്ധമായിട്ടെടുക്കുന്ന ചില നിയമങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന എലക്ഷൻ, അതിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നമുക്ക് മനസ്സിലായത് റിഫോം പാർട്ടി ഇവിടെ ഒരുപാട് സീറ്റുകൾ പിടിച്ചു. അത് കണ്ട് ഭയപ്പെട്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഭരണപക്ഷം. അപ്പം അടുത്ത ഇലക്ഷൻ വരുമ്പോൾ, പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ അവർ അധികാരത്തിലേക്ക് വരുമോ എന്നുള്ളൊരു ഭയം, ആ ഒരു ഭയത്തിൻ്റെ പേരിലാണ് ഇവിടെ ഇപ്പോൾ ഈ കാണുന്ന ഈ ബഹളങ്ങളൊക്കെ നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ നിയമപരമായി വിസ ഇഷ്യൂ ചെയ്ത് ഹോം ഓഫീസ് ത്രൂ ഈ രാജ്യത്തിൽ വന്നിട്ടുള്ള ജനങ്ങളെ ബലിയാടാക്കിക്കൊണ്ടാണോ അവരൊരു പൊളിറ്റിക്കൽ ഡ്രാമ നടത്തേണ്ടത്? അത് ഭരണം നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു വിഭാഗം ജനത്തെ മുഴുവനും ബലിയാടാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? ഇത് തികച്ചും നീതിയുക്തമല്ല, ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല, അൺഅക്സെപ്റ്റബിളാണ്. കുടുംബമായി ഇവിടെ കുട്ടികളുമായി പഠിക്കാനടക്കം വന്നിരിക്കുന്നത് ഈ വന്നവരാരും കയറിക്കിടക്കാൻ ഒരിടവില്ലാഞ്ഞിട്ടോ വീടില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജീവിക്കാൻ ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ ഒന്നും വന്നവരല്ല. ഇവരൊക്കെ ജീവിതത്തിൻ്റെ മറ്റൊരു തലം കണ്ടെത്താനും ഒരു ലൈഫ് സ്റ്റൈൽ തേടിയും വന്നവരാണ്. നമുക്കറിയാം, ഗൾഫ് മിഡിൽ ഈസ്റ്റ് എന്നൊക്കെ എന്തുമാത്രം ആളുകൾ എത്രയോ വർഷങ്ങൾ അവിടെ ജോലി ചെയ്തവരിവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും ഒക്കെ ലക്ഷ്യം വെച്ച് വന്നിട്ടുള്ള ആളുകളാണ് ഇവിടെ ഒരു സെറ്റിൽമെൻറ്റിന് വേണ്ടി. ഞാൻ നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞു, സത്യൻ്റെ ചാനലിൽ തന്നെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്തുകൊണ്ട് ഗൾഫ് മിഡിൽ ഈസ്റ്റിൽ നിന്നുമൊക്കെ ആളുകൾ 10, 15, 20, 25 വർഷം അവിടെ ജോലി ചെയ്ത് ധാരാളം പൈസ സമ്പാദിച്ചവരും അല്ലാത്തവരുമുണ്ട്. ഇവർക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ, അവിടെ പോയി സെറ്റിൽ ചെയ്യുവാൻ സാധിക്കാത്തതുകൊണ്ട് ഇവർ ഇങ്ങനെയുള്ള രാജ്യത്തിലേക്ക് ചേക്കേറുന്നതിൻ്റെ കാരണം അവർക്ക് പീസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ മക്കൾ സുരക്ഷിതരായിരിക്കുന്നതിന് വേണ്ടിയാണ്. അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അവർക്ക് സുരക്ഷിതത്വം കൂടുതലുണ്ടെന്ന് തോന്നുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സംഭവം നമ്മളെയൊക്കെ വേദനിപ്പിച്ച സംഭവമല്ലേ, നാട്ടിൽ ആ അമ്മ, അതായത് അമ്മയും അപ്പനും കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു വാക്ക് നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ വല്ലാതെ കയറിക്കൊണ്ടില്ലേ? ഞങ്ങൾ ഈ രാജ്യം വിട്ടു പോയിരുന്നെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ഈ രാജ്യം വിട്ടു പോയിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവനെങ്കിലും കിട്ടുമായിരുന്നല്ലോ, ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവൻ നിങ്ങൾ കൊത്തിപ്പറിച്ചെടുത്തില്ലേ എന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സമൂഹം തലകുനിച്ചില്ലേ? നമ്മൾക്ക് കേൾക്കുമ്പോൾ നെഞ്ച് നീർന്നില്ലേ? നമ്മുടെ നാട്ടിൽ എന്ത് സുരക്ഷിതത്വമാണുള്ളത്? നമ്മുടെ നാട്ടിൽ ഒരു പൗരന് കിട്ടുന്ന സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും ഒരു മാനദണ്ഡമുണ്ടോ? നേരം വെളുത്ത് വീട്ടിൽ നിന്നിറങ്ങി പോയാൽ തിരിച്ച് വീട്ടിലെത്തുമെന്ന് വല്ല ഓർമ്മയും വല്ല അറിവ് ആർക്കെങ്കിലും ഉണ്ടോ? ഭർത്താവ് വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ച് വീട്ടിലെത്തുമെന്ന് ഉറപ്പുണ്ടോ? മോർച്ചറിയിൽ പോയി തപ്പേണ്ട, മോർച്ചറിയിൽ പോയി തേടേണ്ട, ഇതിലേതാണ് എൻ്റെ ഭർത്താവ്, ഇതിലേതാണ് എൻ്റെ മകൻ, ഇതിലാരാണ് മരിച്ചു കിടക്കുന്നവരിൽ ആരാണ് എൻ്റെ ഉറ്റവർ ഉടയവർ എന്ന് മനസ്സിൽ ചോദിക്കേണ്ട ഒരു ചോദ്യം ഇന്ന് മനുഷ്യ സമൂഹത്തിൽ വന്നാൽ ആ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ആളുകൾ നാടുവിടുന്നത്? അപ്പോൾ പിന്നെ ആ ഭരണകർത്താക്കൾക്ക് എന്ത് ഉത്തരവാദിത്വമാണ് തൻ്റെ പ്രജകളുടെ മേലുള്ളത്? ഇത് കിട്ടാത്തതുകൊണ്ടല്ലേ ജനം നാടുവിടേണ്ടി വരുന്നത്? അപ്പോൾ എൻ്റെ ചോദ്യം, ഇങ്ങനെ വന്ന ആളുകളിൽ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വന്ന് ജീവിതം കെട്ടിപ്പടുക്കാൻ വന്ന ആളുകൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് വരുന്നതെങ്കിൽ അത് വളരെ കഷ്ടം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സമൂഹം ഇവിടെ വന്നിട്ടുള്ളതിൽ ഒട്ടനവധി ആളുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വന്നു എന്നതിനേക്കാൾ ജീവിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. എല്ലാവരുടെയും നിലനിൽപ്പാണ് ആവശ്യം. ആ നിലനിൽപ്പിൻ്റെ മേലെ കോടാലി വെക്കുന്നൊരു പണിയല്ലേ ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്? എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യ ബോധ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് നമ്മുടെ സമൂഹത്തിൽ ആളുകളോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ കാള വെട്ടുന്നത് കേൾക്കുമ്പോഴേ കയറെടുത്തുകൊണ്ട് ഓടരുത് എന്ന് പറയുന്നത് പോലെ നമ്മളൊന്ന് ക്ഷമാപൂർവ്വം ഒന്ന് കാത്തിരിക്കൂ, നമ്മളൊന്ന് വെയിറ്റ് ചെയ്യൂ. ഇപ്പോൾ എന്തുമാത്രം യൂട്യൂബേഴ്സ് അതിനെ എക്സാജിറേറ്റ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആളുകൾക്ക് ആദിയാണ്, അവരുടെ മനസ്സിനെ വല്ലാതെ വ്രണപ്പെടുത്തുന്നുണ്ട്, എരുതിയിലേക്ക് എണ്ണ കോരി ഒഴിക്കുകയാണ്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലേക്ക് യാഥാർത്ഥ്യം എന്തുമാകട്ടെ അതിന് വെയിറ്റ് ചെയ്യുക.
ഗവൺമെൻറ് അതൊരു പ്രപ്പോസലല്ലേ കൊണ്ടുവന്നുള്ളൂ. വൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്ന് അതിന് ഇനി എത്ര കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇന്നലെ തന്നെ സത്യൻ സോളിസിറ്ററുമായി, ഇമിഗ്രേഷൻ സോളിസിറ്ററുമായിട്ട് നടത്തിയ കൺസൾട്ടേഷൻ ഞാൻ കണ്ടു. ആ അഭിമുഖത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ, ഇതിൻ്റെ ഒരു സ്റ്റെപ്പല്ലേ ആയിട്ടുള്ളൂ. ഗവൺമെൻറ് ഒരു പ്രപ്പോസൽ കൊണ്ടുവന്നു, ഇറ്റ്സ് കോൾഡ് വൈറ്റ് പേപ്പർ. സോ ദർ ഇസ് ഇനി അങ്ങോട്ട് എത്ര കടമ്പകൾ കടക്കാനുണ്ട്. ഇരു സഭകളിലും അത് പാസ്സാക്കണം. അത് കഴിഞ്ഞിട്ട് എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കിങ്ങും സൈൻ ചെയ്യണ്ടേ. ഇതെല്ലാം കഴിഞ്ഞാലല്ലേ ഇത് നിയമമായിട്ട് മാറുകയുള്ളൂ. ഇതിൻ്റെ എല്ലാം സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് ചാടിക്കേറി ഇതേ ഇപ്പം തന്നെ എല്ലാം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജനങ്ങളെ ഒരു അരിഷ്ടാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുതെന്നാണ് എനിക്ക് വിനീതമായി നമ്മൾ ഈ യൂട്യൂബൊക്കെ ചെയ്യുന്നവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം നമ്മളൊക്കെ കുറേ പേരിവിടെ ആദ്യകാലത്ത് വന്നു. അവരാരും പി ആർ കിട്ടുമെന്ന് കരുതി വന്നവരല്ല. ഞാനടക്കമുള്ള ആളുകൾ പി ആറിനെ പറ്റി കേട്ടുകേഴി പോലും എനിക്കില്ലായിരുന്നു. അത്രയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നവരാരെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ വന്നു, ഇതെല്ലാം ഒരു പ്രോസസ്സായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വന്നതാണ് പി ആർ. അത് കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്ത് വരുന്ന ആളുകൾ ഒരു ഫൈനൽ വേർഡായിട്ട് നിങ്ങൾ പി ആറിനെ കാണരുത്. എന്നാൽ അത് പറയുമ്പോൾ മറ്റു കാര്യം കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുണ്ട്. പി ആർ എന്ന് പറയുന്നത് സുരക്ഷിതത്വത്തിൻ്റെ മറ്റൊരു ഭാഗവും കൂടിയാണ്. നമ്മൾക്ക് ജോലി സ്ഥിരത ഉറപ്പുവരുന്നു. അതാണ് അതിനകത്ത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ രാജ്യത്ത് നമ്മളെ ആരും പറഞ്ഞു വിടില്ല, നമ്മളെ ആരും ടെർമിനേറ്റ് ചെയ്യില്ല കാരണമായിട്ട് അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഞാൻ സമ്മതിക്കുമ്പോഴും ഈ പി ആർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ നിന്ന് ഓടിപ്പോകാം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്ന് പറയാനാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർ 10, 20, 25 വർഷം ജോലി ചെയ്തവർ പി ആർ കിട്ടിയിട്ടാണോ അവിടെ ജോലി ചെയ്തത് അത്രയും കാലവും? അവർ ഓരോ 3 വർഷം കൂടുമ്പോഴും വിസ പുതുക്കണ്ടായിരുന്നോ? വിസയ്ക്ക് കാശുകൾ കൊടുക്കേണ്ടവരും ഉണ്ടല്ലോ ആ കൂടെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അവിടെ ജീവിച്ചവരല്ലേ നമ്മളിൽ പലരും. ഇനി ഇന്ത്യയിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നവരാണെങ്കിലും നമുക്ക് പി ആർ എന്ന് പറയുന്നത് എന്നു മുതലാണ് ഇത് അറിയാനും കേൾക്കാനും തുടങ്ങിയത്. അപ്പോൾ നമ്മൾക്കിത് അറിഞ്ഞുകൊണ്ട് വന്നവരൊന്നും ആയിരുന്നില്ല ആദ്യകാലത്ത്. സമാധാനത്തിലൂടെ നമ്മൾ കാത്തിരിക്കും. നമുക്കിവിടെ ഈ പി ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ദി എൻഡ് ഓഫ് ദ വേൾഡ് എന്ന് തന്നെ നമ്മുടെ മനസ്സിനെയിട്ട് ഒന്ന് ഉറപ്പിക്കൂ. നിങ്ങളുടെ കുട്ടികൾ ഇവിടെ പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട ചില ബെനിഫിറ്റുകൾ കിട്ടാതെ പോകുന്നു എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. ഉദാഹരണമായിട്ട് പി ആർ കിട്ടിയില്ലെങ്കിൽ ഇവിടെ കുട്ടികൾ പഠിക്കുമ്പോൾ ആ കുട്ടികളുടെ ഫീസ് ഒരു ഹ്യൂജ് എമൗണ്ട് ആണെന്ന് മനസ്സിലാക്കാൻ ആർക്കാണ് സാധിക്കാത്തത്, അല്ലേ? ഇപ്പോൾ ഒരു കുട്ടി 2 കുട്ടികളൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ ഒരു 15,000 പൗണ്ട് ഒരു വർഷം അവർ ചെലവ് ചെയ്യണം. ഏകദേശം 9,200 പൗണ്ടോളം നമുക്ക് ഫീസ് ഇനത്തിൽ തന്നെ നമുക്ക് വരുന്നുണ്ട്, ട്യൂഷൻ ഫീസ് ഇനത്തിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ അതിന് പുറമെ ഒരു 5,000 പൗണ്ടിൻ്റെ അടുത്ത് 5000 ചില്ലുവാനും പൗണ്ടിൻ്റെ അടുത്ത്. കാരണം എൻ്റെ 2 മക്കൾ പഠിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ആ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അത് എല്ലാം കൂടി ഒരു 15,000 പൗണ്ട് ഏറ്റവും കുറഞ്ഞത് ഈ ഇനത്തിൽ വരും. പിന്നെ മറ്റുള്ള പല ചിലവുകളുമുണ്ട്, ഇല്ലേ? പോക്കറ്റ് മണികളായിട്ടും ഒക്കെ. അപ്പം ഈ 2 കുട്ടികൾ പഠിക്കുന്ന ഒരു പേരൻസിനെ സംബന്ധിച്ചിടത്തോളം 30,000 പൗണ്ട് ഒരു വർഷം ചെലവ് ചെയ്യുക, അതൊരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷമൊക്കെ ചെലവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടമാണ്. എങ്ങനെയാണ് അത് കോപ്പ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇവിടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ആധികാരികമായിട്ട് തന്നെ നമ്മളതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത്? അവർക്ക് ഇത്രയും പണം മുടക്കി പേരൻസിന് അത് പിള്ളേർക്ക് ലോൺ കിട്ടാതെ അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ലോൺ എന്ന് പറയുന്നത് ആ കുട്ടികൾക്ക് ഇത്ര എമൗണ്ട് സാലറി ആകുന്നത് മുതൽ അവർ തിരിച്ചടയ്ക്കാൻ തുടങ്ങിയാൽ മതി. അത് അവരെ ഡേ ടു ഡേ ഫൈനാൻഷ്യൽ എക്സസൈസിനെ ബാധിക്കാത്ത വിധത്തിൽ തന്നെ റിട്ടേൺ ചെയ്ത് ഗവൺമെൻറ്റിന് കിട്ടുന്ന വിധത്തിലാണ് അത് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം ഇല്ലാതെ പോകും. 10 വർഷം വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമ്മളുടെ മാൻ പവർ നമ്മൾ സപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് സാലറി മേടിക്കുന്നത്. നമ്മുടെ മാൻ പവർ എന്ന് പറയുന്നത് വിവിധ മേഖലകളിലാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനകത്ത് ഹെൽത്ത് സെക്ടർ വരുന്നുണ്ട്, ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്, ഏതെല്ലാം പ്രവർത്തന മേഖല, IT വരുന്നുണ്ട്. എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മളുടെ മാൻ പവർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ ആ മാൻ പവർ കൊടുക്കാൻ പറ്റുമോ? നമ്മളുടെ മൈൻഡ് ഡൈവേർട്ട് ചെയ്തു പോയില്ലേ? ജോലിയിൽ കോൺസെൻട്രേഷൻ നമുക്ക് കിട്ടുമോ? കിട്ടില്ല. ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു ഹ്യൂജ് മാസ് പെറ്റീഷൻ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുവാൻ നമ്മൾ ശ്രമിക്കണം. അതിനുവേണ്ടി എനിക്ക് സജസ്റ്റ് ചെയ്യുവാനുള്ളത് 10 or 25 പേരുള്ള സ്ഥലത്ത് പോലും, ഫാമിലി ഉള്ള സ്ഥലത്ത് പോലും അസോസിയേഷനുകളില്ലേ? ഈ അസോസിയേഷനുകളെ ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു വർഷത്തിൽ 2-3 തവണ ഓണസദ്യ ഉണ്ണാനും ഉടുത്തൊരുങ്ങിപ്പോയി അവിടെ നമ്മുടെ കുട്ടികൾക്ക് പാട്ട് പാടാനും കലാപരിപാടികളിൽ ഏർപ്പെടാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ഡേകളൊക്കെ നടത്തുന്നില്ലേ? നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഈസ്റ്ററും ഒക്കെ ആഘോഷിക്കുന്നില്ലേ? ഇത് മാത്രം മതിയോ? ഇതിനുവേണ്ടിയാണോ നമ്മളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്? ഈ കമ്മ്യൂണിറ്റി പ്രവർത്തിക്കുന്ന പല അസോസിയേഷനുകളിലും
നമ്മുടെ സ്ഥലത്തു നിന്നുള്ള കൗൺസിലർമാരെയും എം പിമാരെയും വിളിച്ചു വരുത്തി അവരെ അധ്യക്ഷരാക്കുകയും ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാനും നമ്മൾ വിളിക്കാറില്ലേ? അങ്ങനെ എത്രയെത്ര മേഖലകളിൽ ഇവരെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവരിത് കാണുന്നില്ലേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് പെറ്റീഷൻ കൊടുക്കൂ. അവരിലേക്ക് നമ്മൾ ഈ മെസ്സേജ് എത്തിക്കണം. കമ്മ്യൂണിറ്റിയുടെ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് അവരിലേക്ക് എത്തിക്കണം. ആരാണ് എത്തിക്കേണ്ടത്? നമ്മുടെ അസോസിയേഷനുമായി ബന്ധപ്പെട്ട ആളുകൾ, അതിൻ്റെ നേതൃത്വ നിരയിൽ നിൽക്കുന്നവർ ഒപ്പ് ശേഖരണം നടത്തണം. ഈ 10 വർഷം നീണ്ടു നിൽക്കുന്ന ഈ സമയത്തിനുള്ളിൽ നമുക്ക് വലിയ സാമ്പത്തിക ബാധ്യതകളുമാണ് വരാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കേണ്ട സമയമായതുകൊണ്ടാണ് മാത്യു സാറിന് ഇത് പറയേണ്ടി വരുന്നത്. അല്ല, അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിന് വ്യൂവിങ് കൂട്ടുക എന്നുള്ളതല്ല, ഇതിന് വ്യൂവേഴ്സിനെ കൂട്ടുക എന്നുള്ളതല്ല. ഒരു യൂട്യൂബ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഫ്ലുവൻസറാണ്, സമൂഹത്തിൻ്റെ ഭാഗമാണ്. സമൂഹത്തെ ഉദ്ധരിക്കേണ്ട കാര്യത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്നവരായിരിക്കണം. അതുപോലെ തന്നെയല്ലേ അസോസിയേഷനിൽ ലീഡർഷിപ്പ് വഹിക്കുന്നവരും ചെയ്യേണ്ടത്? അവർക്ക് എത്രമാത്രം ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം? ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് ഒറ്റക്കെട്ടായി നിന്നിട്ട് നമ്മളൊരു മാസ് പെറ്റീഷൻ തയ്യാറാക്കി ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലെത്തിക്കണം. ആ കൂട്ടത്തിൽ നമുക്ക് പറയാൻ എത്ര കാര്യങ്ങളുണ്ട്. നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്തു ചെയ്യണം? ഞങ്ങൾ എന്തു ചെയ്യും? ഇവിടെ ഒരു ആവറേജ് സാലറി കിട്ടുന്ന ഒരു പേരൻസ്, ആ ഫാമിലിക്ക് ഇങ്ങനെ ഈ കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുമോ? ഇവിടെ അതൊരു ബെനിഫിറ്റ് അല്ലല്ലോ. ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് അല്ലല്ലോ. പക്ഷേ അവന് എലിജിബിലിറ്റി ആവശ്യമല്ലേ? അവർക്കിവിടെ PR ഇല്ലെങ്കിൽ അത് അവർക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ആ കുട്ടികൾക്ക് ഇത് കിട്ടിയില്ലെങ്കിൽ, ഈ ലോൺ കിട്ടിയില്ലെങ്കിൽ ആരുടെ കയ്യിലുണ്ട് ഈ പൈസ? എത്ര പേരുടെ കയ്യിലുണ്ട് ഈ പൈസ മുടക്കി പഠിപ്പിക്കാൻ? അപ്പോൾ പിന്നെ അവരുടെ ബഡ്ജറ്റ് മൊത്തം, ഫാമിലി ബഡ്ജറ്റ് മൊത്തം തകിടം മറിഞ്ഞു പോയില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെ മുന്നോട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യുന്ന ജോലി പലപ്പോഴും ഇവിടെ വന്നിരിക്കുന്നവരിൽ 70% കൂടുതൽ ഹെൽത്ത് സെക്ടർ ഫോക്കസ് ചെയ്തിട്ടുള്ളവരാണ്. ഈ 70% കൂടുതൽ ആളുകൾ ഫോക്കസ് ചെയ്യുന്നത് മനുഷ്യരെയാണ് നോക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. നമ്മൾ മെഷീനറീസ് അല്ല കൈകാര്യം ചെയ്യുന്നത്, മനുഷ്യരെയാണ് നമ്മൾ ലുക്ക് ആഫ്റ്റർ ചെയ്യുന്നത്. ആ മനുഷ്യർക്ക് കൊടുക്കേണ്ട കെയറിങ്ങിൽ, ആ ഫ്രസ്ട്രേഷനിൽ അവിടെ എന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കില്ലേ? ഇരുകൂട്ടരെയും ബാധിക്കില്ലേ? ഇവരെ നോക്കുന്നവരെയും ഇതിൻ്റെ ബെനിഫിറ്റ് എടുക്കുന്നവരെയും ബാധിക്കുകയില്ലേ? അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമോ? അങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന റീസൺസ് കൃത്യമായി നിരത്തി വെച്ചുകൊണ്ട് ഗവൺമെൻറ് അടുത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരണം. അതിന് ഈ സ്ഥലം MP-മാർ, കൗൺസിലർമാർ, MP-മാരടക്കമുള്ള എല്ലാവരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളിതിന് മുന്നോട്ട് പോകണം. സ്ട്രേഞ്ച് പീപ്പിൾ ഓൺ ദ റോഡ് എന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു. വാസ്തവത്തിൽ ആ പറഞ്ഞ വാക്ക് തെറ്റാണ് എന്ന് തന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു. സ്ട്രേഞ്ച് പീപ്പിൾ, ഞങ്ങൾ സ്ട്രേഞ്ച് പീപ്പിളിനെയാണ് കാണുന്നതെന്ന് പറയാൻ ഒരു രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഒരു ഹോം സെക്രട്ടറി അതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരറിയാതെ ഒരു വിസയിൽ ഇവിടെ ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങനെ വന്നിട്ടുള്ളവരാണെങ്കിൽ അവർ ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അപ്പോൾ അവരെ കണ്ടെത്തുകയും അവരെ ട്രേസ് ചെയ്യുകയും വള്ളത്തിലും തോണിയിലും കപ്പൽ എവിടെയെങ്കിലും നീന്തിക്കിടന്നൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടെത്തി അവരെ കൃത്യമായി അവർക്ക് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഗവൺമെൻറ്റിനുള്ളതാണ്. അതിന് കാർഡടക്കം വെടിവെക്കാൻ പാടില്ല. ഇവിടെ നിയമപരമായിട്ട് വിസയെടുത്ത് ഹോം ഓഫീസ് ഇഷ്യൂ ചെയ്ത വിസയോടുകൂടി ഈ രാജ്യത്ത് വന്ന് ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ച് ടാക്സ് പേ ചെയ്യുന്ന ടാക്സ് പേയേഴ്സിനെ അടക്കം സ്ട്രേഞ്ച് പീപ്പിൾ ഓൺ ദ റോഡ് എന്ന് പറയുന്നത് നീതിക്ക് യുക്തമല്ല. നമ്മളുടെ കോൺട്രിബ്യൂഷൻ, നമ്മൾ ഒരു കോൺട്രിബ്യൂഷനും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. എന്ത് കോൺട്രിബ്യൂഷനാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുന്നത്? ഈ രാജ്യം പ്രതീക്ഷിക്കുന്ന എന്ത് കോൺട്രിബ്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്ക് കൊടുക്കാൻ എത്ര കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റും? നമ്മൾ ഈ രാജ്യത്ത് ഒരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരുപാട് അസോസിയേഷനുകളും ഒക്കെ ആയിട്ട് നമ്മൾ പോകുന്നു. ഈ രാജ്യത്തിലെ ജനങ്ങളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് എത്ര സാഹചര്യങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഒരു ക്ലീൻ സിറ്റി, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ, ഒരു കൗൺസിലിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, ഒരു വർഷത്തിൽ 2 തവണയെങ്കിലും ഇറങ്ങി നിന്നുകൊണ്ട് നമുക്കിവിടെ കൗൺസിലിനോട് ചേർന്ന് നിന്നുകൊണ്ട് എത്ര നല്ല കാര്യങ്ങൾ ഒരു സേവനവാരമായിട്ട് നമ്മുടെ സമൂഹത്തെ ഒരുമിച്ച് ഇറക്കി നമുക്ക് നിർത്തിക്കൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലേ? ഏതെങ്കിലും ഒരു ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്ത് നമ്മൾ ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇവരോട് കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യില്ലേ? നമ്മൾ നോട്ടിഫൈ ചെയ്യില്ലേ? ഇതെന്താണ് ചെയ്യുന്നത് ഈ സമൂഹത്തിന് വേണ്ടിയെന്ന് മനസ്സിലാക്കാൻ അതൊരു ചെറിയ കാര്യമല്ലേ? അണ്ണാരക്കണ്ണനും തന്നാരായതുപോലെ അല്ലേ അത്? നമ്മളെ തിരിച്ചറിയാൻ പറ്റില്ലേ? ഇവിടെ ഫുഡ് ബാങ്കുകളുണ്ട്, ഇതറിയാത്ത എത്ര പേരുണ്ട്? നമ്മൾ ഓരോ സ്ഥാപനത്തിൽ ചെല്ലുമ്പോഴും അവിടെ വലിയ കളക്ഷന് വേണ്ടിയിട്ടുള്ള വലിയ ബാഗായിരിക്കാം. ഇതിനകത്ത് ഓരോരുത്തരും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടുത്തെ ഉള്ള ആളുകൾ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. അവർ ഒരു 10 സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് മേടിച്ച 10 സാധനത്തിൽ ഒരു സാധനം അവരിടും, അതിനകത്ത് ഇട്ട് വെക്കും. അത് എന്ത് സാധനം ആയിക്കോട്ടെ, അത് ഫ്രോസൺ ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്രോസൺ ഫുഡ് ഒഴിച്ച് ബാക്കി എന്ത് സാധനം, ചിലപ്പോൾ ക്ലോത്ത്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് ആയിരിക്കാം, ടിൻ ഫുഡ് ആയിരിക്കും, എന്തും ആയിക്കോട്ടെ അവരവിടെ ഇടും. നമ്മളിൽ എത്ര പേരിടുന്നുണ്ട്?
നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. നമ്മളിൽ എത്ര പേര് തരുന്നു? ഇതൊക്കെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ദുരിതമനുഭവിക്കുന്നവർക്കും കഷ്ടപ്പെടുന്നവർക്കും ചാരിറ്റി ആയിട്ട് കയറ്റി അയക്കാൻ വേണ്ടിയുള്ളതല്ലേ. ഈവൻ നമ്മളൊരു ജിമ്മിലൊന്ന് പോയിക്കേ, ഒരു ഹെൽത്ത് ക്ലബ്ബിൽ പോയിക്കേ, അവിടെയും ഇരിപ്പുണ്ട് ഇത്. അവിടെ നമ്മളിത് കൊണ്ടിടാൻ അവിടെ വരുന്നവർ അവരുടെ ഡ്രസ്സുകൾ, ഷൂസായിരിക്കാം, പുതിയ ഷൂസുകൾ നമ്മൾ കൊണ്ട് അവിടെ ഇടുന്നതിന് പകരം ഈ പറഞ്ഞ സ്ഥലത്ത് നിന്നും ഫുഡ് ബാങ്കിൽ കൊണ്ടിട്ട് ഓരോരുത്തർ വെക്കുന്ന ആ ഫുഡ് ബാങ്കിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് ലജ്ജാകരമായിട്ട് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ പിടിച്ച സംഭവമുണ്ട്. നമ്മുടെ മലയാളികളെ ഫുഡ് ബാങ്കിൽ നിന്നും സാധനം എടുത്തുകൊണ്ട് പോയപ്പോൾ കയ്യോടെ ചോദിച്ചു, നിങ്ങൾ എന്താ ഇതെടുക്കുന്നത് എന്ന് ചോദിച്ചിട്ട് നേരിട്ട് പറഞ്ഞ സംഭവമുണ്ട്. ഞാൻ കൃത്യമായിട്ട് സ്ഥലങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. കൃത്യമായിട്ട് ഇത് ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ആ സംഭവത്തിന് സാക്ഷികളായ കുറേ മലയാളികളും ഉണ്ടായിരുന്നു. അവർക്കത് മനസ്സിലാവും. ഇവരെന്താ എടുത്തുകൊണ്ട് പോകുന്നത്? ഇവർക്ക് ജോലിയില്ലേ? നിങ്ങൾക്ക് ജോലിയില്ലേ? നിങ്ങൾ എന്താ ചെയ്യുന്നത്? മുഴുവൻ കാര്യങ്ങളും അവിടെ ചോദ്യം ചെയ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു കോൺട്രിബ്യൂഷൻ, നമ്മൾ എന്ത് കോൺട്രിബ്യൂഷനാണ് കൊടുക്കുന്നത്? നമ്മൾ സമൂഹത്തിന് വേണ്ടി ഇവിടെ എന്തോരം, നമ്മളൊരു ഹൈ സ്ട്രീറ്റിലേക്ക് ഒന്ന് ഇറങ്ങിക്കേ, നമ്മൾ താമസിക്കുന്ന ഓരോ ചെറുതും വലുതുമായ ഹൈ സ്ട്രീറ്റുകളിൽ എത്ര ചാരിറ്റി ഷോപ്പുകളുണ്ട്. ഓക്സ്ഫാം പോലെ, ബ്രിട്ടീഷ് ഹാർട്ട് ഫൗണ്ടേഷൻ പോലെ, അല്ലെ റെഡ് ക്രോസ് പോലെ എത്ര ചാരിറ്റി ഫൗണ്ടേഷനുകളുണ്ട്. അതിനകത്ത് ജോലി ചെയ്യുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ സാലറിക്കാണ് ജോലി ചെയ്യുന്നതാണോ നിങ്ങൾ വിചാരിച്ചത്? അവിടെ 1 മണിക്കൂറായാലും 2 മണിക്കൂറായാലും ഒരു ഹോൾ ഡേ ആയാലും വന്ന് ആ പണിയെടുക്കുന്നവർ, അവിടെ നിൽക്കുന്നവർ ഒരു 10 പൈസ സാലറി മേടിക്കാതെയാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതൊരു ചാരിറ്റി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ആ കിട്ടുന്ന അവിടെ അതൊരു കോൺട്രിബ്യൂഷൻ അല്ലേ? അവിടെ കിട്ടുന്ന ആ സാധനം വിറ്റ് കിട്ടുന്ന പൈസ പോലും ഇത് പല മനുഷ്യരുടെയും ജീവിതം പച്ചപിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇതൊക്കെ ഒരു ചാരിറ്റിയാണ്. ഇവിടെ ഡേ കെയർ സെൻ്ററുകളുണ്ട്. നമ്മൾ പോകുന്ന GP സെൻ്ററുകളിൽ സ്ക്രീനിൽ ഇങ്ങനെ എഴുതി വെച്ച് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ. അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഹെൽപ്പിന് വേണ്ടി കെയർമാരെ ആവശ്യമുണ്ട്. 1 മണിക്കൂറായാൽ 1 മണിക്കൂർ, 2 മണിക്കൂറായാൽ 2 മണിക്കൂർ. പല വീടുകളിലും, ആളില്ലാത്ത വീടുകളിൽ അവർക്കൊരു ചെറിയൊരു സഹായം, അവരെ ഡെയർ കെയറിലേക്ക് വണ്ടിയെ കയറ്റാൻ, അല്ലെ അവിടെ കൊണ്ടുപോകാൻ, അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാൻ, അങ്ങനെ ഒത്തിരി ഹെൽപ്പ് കിട്ടുന്നതിന് വേണ്ടി, ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളും നാളെ ഇതേ ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടവരാണ്. നമ്മളുടെ ജീവിതവും പഴുത്തല വീഴുമ്പോൾ പച്ചല ചിരിക്കണ്ട എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ വിചാരിക്കുന്നുണ്ട് എന്നും 30, 40, 50 വയസ്സായിട്ട് തന്നെ ഇരിക്കുമെന്ന്. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ആരുടെയെങ്കിലും ഒരു സഹായത്തിന് നമുക്ക് കൈനീട്ടേണ്ടി വരും. അത് മക്കളായിരിക്കാം, നമ്മുടെ സഹോദരങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സമൂഹമായിരിക്കാം. അപ്പം നമ്മുടെ മക്കൾ നമുക്ക് ഈ സഹായങ്ങളെല്ലാം ചെയ്തു തരുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം എന്താണ്? നമ്മളെക്കാൾ തിരക്കുള്ളവരാക്കി വളർത്തുകയല്ലേ നമ്മുടെ മക്കളെ. അങ്ങനെയുള്ളപ്പോൾ നമ്മുടെ മക്കൾ, നമ്മുടെ പേരൻസിന് വിദേശ രാജ്യത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, സ്വന്തം രാജ്യത്താണെങ്കിലും വീട്ടിൽ നിന്നുകൊണ്ട് ജോലിക്ക് പോയിട്ട് വന്ന് മാതാപിതാക്കളെ നോക്കുന്ന എത്ര മക്കളുണ്ട് നമ്മുടെ നാട്ടിൽ? അവരെ നോക്കാൻ കഴിയുന്നുണ്ടോ? സ്വന്തം നാട്ടിലാണ്, വിദേശത്തിൻ്റെ കാര്യം പോട്ടെ, സ്വന്തം നാട്ടിൽ ആ വീട്ടിൽ നിന്നും പോയി വന്ന് ജോലി ചെയ്യാൻ പറ്റിയ, ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ പോയി കമ്മ്യൂട്ട് ചെയ്ത് വന്ന് ജോലി ചെയ്യാൻ പറ്റിയ എത്ര മക്കളുണ്ട്? മാതാപിതാക്കളെ നോക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മക്കൾ ഉണ്ടോ? അപ്പോൾ അത്രമാത്രം എത്ര ഹൈ സ്പീഡിലാണ് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ എന്ത് കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിന് വേണ്ടി കൊടുക്കുന്നത്? നമ്മൾ കിട്ടുന്ന കാശ് ജോലി ചെയ്ത് മേടിക്കുക, എന്നിട്ട് മാറി നിന്ന് കുറ്റം പറയുക, അല്ലേ? നമ്മൾക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ അത് മേടിച്ചുകൊണ്ട് ഈ തന്ന ആ രാജ്യത്തിനെയോ അല്ലെങ്കിൽ ആ സമൂഹത്തെയോ കുറ്റം പറയാനാണോ നമ്മൾ ജീവിക്കേണ്ടത്? അല്ല, മറിച്ച് ഇവർ നമുക്ക് തരുന്ന നല്ല കാര്യങ്ങളും കൂടെ നമ്മൾ അംഗീകരിക്കണം. എല്ലാ സ്വാതന്ത്ര്യവും അതിര് കടന്നു തരുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ കൃത്യമായിട്ടൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോൾ, നമ്മളൊരു ബ്രിട്ടീഷ് സിറ്റിസനായി ഇവിടെ നമ്മൾ ഓത്ത് ചെയ്യുമ്പോൾ പോലും അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ഈ രാജ്യത്തിനെതിരെയോ ഈ രാജ്യത്തിൻ്റെ നിയമസംഹിതയ്ക്കെതിരെയോ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ പറ്റാത്ത, ആക്ഷേപിക്കുന്ന വിധത്തിലുള്ള നടപടികൾ സ്വീകരിക്കുകയാണെങ്കിൽ ആ വന്ന രാജ്യത്തിലേക്ക്, മദർ കൺട്രിയിലേക്ക് തിരിച്ചുവിടാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പോലും പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഓത്തെടുക്കുന്നത്. ഡൊമസ്റ്റിക് വയലൻസ് നമുക്കറിയാവോ? ഇപ്പോൾ ഈ രാജ്യം കണ്ടതിലേക്കും വെച്ച് ഏറ്റവും വലിയ ഡൊമസ്റ്റിക് വയലൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ രാജ്യത്തെ സ്ട്രേഞ്ച് പീപ്പിൾ എന്ന് അവർ പറയേണ്ടി വരും. കാരണം എന്താണ്? അവർക്കൊരു കുടുംബത്തിൽ ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, ആ കുടുംബത്തിൽ എങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സമൂഹം അറിഞ്ഞു കഴിഞ്ഞിപ്പം ഇവർ തമ്മിൽ അടിയാണെന്നും ഇവർ തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റാണെന്നും മക്കളുടെ മുമ്പിലിട്ട് മാതാപിതാക്കൾ തമ്മിൽ യുദ്ധം ചെയ്യുകയാണ്. ആ മക്കളെ മാനസിക രോഗികളായിട്ട് വളർത്തുകയാണ്. ആ മക്കളുടെ മാനസിക നില തെറ്റിച്ചാണ് വളരുന്നത്. അങ്ങനൊരു മക്കൾക്ക് ഈ രാജ്യത്ത് നല്ല ലോകത്തൊരിടത്തും ഒരു സംഭാവനയും ചെയ്യാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പനും അമ്മയും തമ്മിൽ ഗുസ്തി കൂടുന്നത് കണ്ട്
അവർ തമ്മിൽ വാക്പയറ്റുകൾ നടത്തുന്നത് കണ്ട് അവരുടെ ജീവിതത്തിൽ ഈ കണ്ട തെറികളും ചീത്തകളും കേട്ട് വളരുന്ന മക്കളുടെ ജീവിതത്തിൽ ആ ഫ്രസ്ട്രേഷനിലൂടെ വളരുന്ന മക്കൾക്ക് ഒരു കുടുംബത്തിന് വേണ്ടിയല്ല, ഒരു നാടിന് വേണ്ടി എന്ത് സംഭാവനയാണ് കൊടുക്കാൻ കഴിയുക? അവരുടെ വിദ്യാഭ്യാസത്തിൽ പോലും വികലതയായിരിക്കും അവർ ഏറ്റെടുക്കുക. അവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും എത്തിച്ചേരാൻ കഴിയുമോ? ഇങ്ങനെയുള്ള കുട്ടികൾ വളർന്നു വരുന്ന ആ രാജ്യത്തിന് തന്നെ വലിയ നഷ്ടമായി മാറും. കാരണം ആ കുട്ടി ഒരു മാനസിക പ്രശ്നത്തെയായിരിക്കും നേരിടുന്നതെങ്കിലോ ആ കുട്ടിക്ക് വേണ്ട മുഴുവൻ ചെലവുകളും ആ ഗവൺമെൻറ് എടുക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു ഡിസേബിൾഡ് ആയിട്ട് മാറുന്ന ഒരു ഘട്ടത്തിലേക്കായിരിക്കും വരിക എന്ന് സങ്കല്പിക്കുന്നതിൽ തെറ്റുണ്ടോ? അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്ത് കോൺട്രിബ്യൂഷനാണ്? ഒരു ഫാമിലി എന്ന പേരിൽ ഭാര്യയെ തല്ലുന്ന ഭർത്താവ് ആൽക്കഹോൾ അമിതമായിട്ട് കഴിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കുസ്തി കൂടുക ശരിയാണോ? എത്ര മൃഗീയമായിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത്. കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് അപ്പനും അമ്മയും വീട്ടിലില്ല. എത്ര കുട്ടികളെ സോഷ്യൽ സർവീസുകാരെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ചിലവ് സോഷ്യൽ സർവീസ് ഗവൺമെൻറ്റല്ലേ വഹിക്കുന്നത്. പിന്നെ 6 മാസമാണ് 6 മാസം ആ കുട്ടികളെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ആ കുട്ടികളെ ഒന്ന് കാണാൻ പോലുള്ള പെർമിഷൻ ഈ പേരൻസിന് കൊടുക്കില്ല. അതാണ് അവർക്ക് കൊടുക്കുന്ന ശിക്ഷ. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പിന്നെ മാതാപിതാക്കളെ ഇതിന് വേണ്ടിയിട്ടുള്ള പണിഷ്മെൻറ്റ്, അതുപോലെ തന്നെ ഹോളിഡേ അല്ലാത്ത സമയത്ത് കുട്ടികളെയും കൊണ്ട് ഹോളിഡേക്ക് പോകുന്നു. അതായത് പിള്ളേരുടെ വെക്കേഷൻ അല്ലാത്ത ടൈമിൽ കുട്ടികളെയും കൊണ്ട് ഹോളിഡേക്ക് പോകുന്ന പേരൻസിനെ എയർപോർട്ടിലിട്ട് പിടിച്ച എത്ര സംഭവങ്ങളുണ്ട്, എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഒരു അസോസിയേഷൻ ഒരു സമൂഹത്തിന് കൊടുക്കേണ്ട കൃത്യമായ മെസ്സേജുകളാണ് ഇതൊക്കെ. നമ്മുടെ ഈ രാജ്യത്ത് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വർഷത്തിൽ 2-3 തവണ നടത്തുന്ന ഒരു പ്രോഗ്രാം മാത്രമായിട്ട് അതിനെ അവശേഷിപ്പിക്കരുത്. കൃത്യമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിന് അവയർനെസ് കൊടുക്കൂ. അവർക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കൂ. അവർക്ക് കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ കൊടുക്കൂ. ഈ രാജ്യത്ത് അനുവർത്തിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. ഇന്നത് നിങ്ങൾക്ക് ചെയ്യാനും ഇന്നത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ അതിന് ആദ്യകാലത്ത് വന്നവർ കുറേയൊക്കെ അവയർനെസ് അവർക്ക് കൊടുക്കൂ. അവരെ ഒരു അബദ്ധങ്ങളിൽ അറിയാതെയാണെങ്കിലും പോയി ചാടാതിരിക്കട്ടെ. നമ്മൾ എന്ത് കോൺട്രിബ്യൂഷനാണ് ഈ ഗവൺമെൻറ്റിന് കൊടുക്കുന്നത്, ഈ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നത്? ഇതുപോലെ തന്നെ ആൽക്കഹോൾ കഴിച്ച് വണ്ടി ഓടിക്കുന്നില്ലേ? എത്ര തവണ ഞാനും സത്യനും തമ്മിൽ ഒരുമിച്ച് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നുണ്ട്. കുറേ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് സത്യൻ്റെ അടുത്ത് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം അത്രമാത്രം ആളുകൾ വ്യൂ ചെയ്യുന്ന ഒരു ചാനലാണ്. അത് സമൂഹത്തിന് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും സമയം മെനക്കെട്ട് നമ്മളിത് ചെയ്യുന്നത്. ആൽക്കഹോൾ കഴിച്ച് വണ്ടി ഓടിക്കുന്നു. നമ്മൾ ഓരോരോ സ്ഥലത്ത് പോയി എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നു, ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എത്ര പേരെ പിടിച്ചിട്ടുണ്ട്, എത്ര പേരെ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഭാര്യയും ഭർത്താവും ഒരുമിച്ചും ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്നു. എന്നിട്ട് അവിടുന്ന് ആൽക്കഹോൾ കഴിക്കുന്നു. ശകലമല്ലേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പോരുന്നു. അവർക്ക് സംശയം തോന്നി, പിടിച്ചു, ഊതിച്ചു. ആ ലിമിറ്റിൽ നിന്നൊരല്പം കൂടുതലാണെങ്കിൽ പിടിച്ചില്ലേ, അവരെ ബാൻ ചെയ്തില്ലേ? ഇതൊക്കെ റെക്കോർഡാവുകയല്ലേ? ഇതൊക്കെ ഒരു ക്രിമിനൽ റെക്കോർഡിലേക്ക് പോയില്ലേ? അവരുടെ ജോലിയെ പോലും പിന്നീട് അത് ബാധിക്കുന്നില്ലേ? ഇപ്പം അതൊരു ഒഫൻസായിട്ട് മാറിയില്ലേ? എത്ര പേര് റൗണ്ട് ഔട്ടിലേക്ക് വരുമ്പോൾ മറ്റുള്ള വണ്ടിക്കിട്ട് തട്ടി ആക്സിഡൻ്റ് ആയിട്ട് എത്ര കോളുകൾ എനിക്ക് തന്നെ വരുന്നു. ചേട്ടാ ഇനി എന്നാ ചെയ്യുന്നത്, ബൈക്കിന് തട്ടി വന്ന വണ്ടി ഇവിടുന്ന് റൗണ്ട് ഔട്ടിലേക്ക് എന്ന് കഴിയുമ്പോൾ റൈറ്റിൽ നിന്ന് വരുന്ന വണ്ടിക്കാരനാണ് പ്രയോറിറ്റി എന്ന് അറിയാൻ പിന്നെ ബോധം വേണ്ടേ? ആൽക്കഹോൾ കഴിച്ചിട്ടല്ലേ വരുന്നത്. എത്ര പേരെ സ്പോട്ടിൽ പോലീസ് ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്, നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നമ്മുടെ മലയാളികളാണെന്ന് പറയുമ്പോൾ എത്ര കഷ്ടമാണ്, എത്ര എംബാരസിങ് ആണ്. നമ്മൾ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ. ഇത് നമ്മുടെ നാടാകുമ്പം ചിലപ്പോൾ ഒരുപക്ഷെ നമുക്കൊക്കെ ഊരി രക്ഷപ്പെട്ടു പോരാം. ഇവിടെ ഒരു കാരണവശാലും നമ്മൾ ആരും രക്ഷപ്പെടില്ല. ഇവിടെ നീതിയും നിയമവും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും ആർക്കും വേണ്ട. അത് ശരിയാണോ? ഇങ്ങനെ എണ്ണി പറയാൻ എത്ര കാര്യങ്ങൾ കിടക്കുന്നു. നമ്മൾ മലന്ന് കിടന്ന് തുപ്പുകയാണെന്ന് തന്നെ വിചാരിച്ചോളൂ. ഇത് പറയാൻ ആരെങ്കിലും വേണ്ടേ? ഇത് UK കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഓൾ അറൗണ്ട് ദ വേൾഡ് എവിടെയാണോ നമ്മൾ മലയാളികളുള്ളത് അവരെല്ലാവരും ഇത് തിരിച്ചറിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ രാജ്യത്തും അവരുടേതായ നിയമങ്ങൾ, ആ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ നമ്മൾ ചെന്ന് താമസിക്കുമ്പോൾ അവിടുത്തെ റേഷൻ കാർഡ് അടക്കം നമ്മൾ എൻട്രി ചെയ്യുന്നില്ലേ? നമ്മൾ അവിടുത്തെ നിയമങ്ങളെല്ലാം പാലിക്കുന്നില്ലേ? ആ സ്വന്തം രാജ്യത്ത് അതാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് എല്ലാ നിയമങ്ങളും വ്യത്യസ്തമായ ഒരു രാജ്യത്ത് നമ്മൾ എത്രമാത്രം ആ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ ജീവിക്കാൻ വന്നവരാണ്. അതോടൊപ്പം മറ്റുള്ളവരെ ജീവിപ്പിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. നമ്മൾ കയ്യിൽ നിന്നൊന്നും എടുത്തു കൊടുക്കുന്നത് പറയുന്നില്ല. പക്ഷെ നമ്മുടെ ഹ്യൂമൻ പവർ, നമ്മളുടെ മാൻ പവർ, നമ്മളെ കൊണ്ട് കഴിയുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതുപോലുള്ള ചില അനാശാസ്യ പ്രവണതകളിൽ നമ്മൾ മാറുക. കഞ്ചാവും മയക്കുമരുന്നും പോലും വിൽക്കുന്ന മലയാളികളുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി.
ഇവരിവിടെ വന്നിട്ട് ഇതുപോലെ രാജ്യത്ത് വന്ന് ജോലി ചെയ്ത് അവർക്ക് ട്രഷറിയിൽ പണമില്ലെന്നും പറഞ്ഞ് ആരെങ്കിലും ഇവിടെ ഒരു മാസത്തെ ശമ്പളം പിടിച്ചു വെച്ചിട്ടുണ്ടോ? ഇതേപോലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന പണം ഉണ്ടാക്കാനാണോ? നമ്മുടെ നാട് നശിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഏതെങ്കിലും ഒരു വിഷവിത്ത് ഇതേപോലുള്ള രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, അങ്ങനെയുള്ളവരെ ആ കമ്മ്യൂണിറ്റി ഒറ്റപ്പെടുത്തണം. ഇത്രമാത്രം നെറികെട്ട ഒരു പണിക്ക് കൂട്ടു നിൽക്കരുത്. ഒരിക്കലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഇത് പറയുന്ന വേദനയോടുകൂടിയാണ്. നമുക്കിനി എന്താണ് ഇതിന് വഴി? നമ്മൾ എന്താണ് ഇതിന് റെമഡീസ്? ഗവൺമെൻറ് എടുക്കുന്ന നിയമങ്ങൾ, ഗവൺമെൻറ് ആ വഴിക്ക് നീങ്ങും. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കൂ. ഇത് നിങ്ങൾ ഒരു കാരണവശാലും പുറകോട്ട് പോകരുത്. മറ്റുള്ള എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് പോലെ ഈ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം. ആദ്യകാലത്ത് വന്നവർ ഒരു കാരണവശാലും പുതിയതായിട്ട് വന്ന ഇവർ ഇതെൻ്റെ കാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കരുത്. നമ്മളെ പിന്തുടർന്ന് വന്നവരാണവർ, നമ്മളുടെ ഭാഗമാണവർ. നമ്മുടെ ജീവിതത്തെ പോലെ സന്തോഷിക്കുവാനും നമ്മൾ കണ്ടെത്തിയ മാർഗങ്ങളിലൂടെ കടന്നു വന്നവർ. അവർ നമ്മളിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടവരല്ല, നമ്മുടെ കൂടെ നിൽക്കേണ്ടവരാണ്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കൂ, അവരുടെ തോളിൽ കൈയിട്ട് അവരെ ആശ്വസിപ്പിക്കൂ. പകരം എരുതിയിലേക്ക് എണ്ണ കോരിയൊഴിച്ച് അവരുടെ ജീവിതം ഇവിടെ തീർന്നു, ഞങ്ങളൊക്കെ മതി, നിങ്ങളൊക്കെ പൊക്കോ എന്ന് പറയുന്നിടത്തല്ല ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാകേണ്ടത്. നമ്മുടെ ജീവിതത്തെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കാൻ പഠിക്കൂ. എന്നിട്ട് അവരുടെ വീഴ്ചകളിൽ നമ്മൾ ഒന്നായി ചേർന്ന് നിൽക്കൂ. എന്നിട്ട് അവർക്ക് വേണ്ട സപ്പോർട്ട്, മെൻ്റൽ സപ്പോർട്ടെങ്കിലും കൊടുക്കൂ. അവരുടെ മാനസികാവസ്ഥ നമ്മൾ തിരിച്ചറിയൂ. ഗൾഫിൽ നിന്നൊക്കെ എത്രയോ വർഷങ്ങൾ ജോലി ചെയ്ത ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരുന്ന ആളുകൾ, നേഴ്സിംഗ് മേഖലയിലും ഹെൽത്ത് സെക്ടറിലും ഇരുന്ന ആളുകൾ ഇവിടെ വന്നിട്ട് സീനിയർ കെയർ ആയിരിക്കുന്ന ആളുകളെ എനിക്കറിയാം. അവരൊക്കെ ഇവിടെ വന്നത് ആ ജോലിയുടെ സുഖം നോക്കിയല്ല, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ ജീവിതത്തിൻ്റെ ഒരു സമാധാനാന്തരീക്ഷത്തിൽ ജീവിക്കണം, അവർക്ക് നാളെ ഇവിടെ സെറ്റിൽ ചെയ്ത് ജീവിക്കണമെന്ന ഉദ്ദേശത്തിൽ വരുമ്പോൾ ഒരു ഇടിത്തീ വീണതുപോലുള്ള ഈ വാർത്ത ഇവരെയൊക്കെ ഞെട്ടിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ അവരോട് ചേർന്ന് നിൽക്കൂ, നമ്മൾ ഒരൊറ്റക്കെട്ടായി നിൽക്കൂ. എന്നിട്ട് ഇപ്പോൾ ഈ അസോസിയേഷനുകളിൽ പങ്കാളികളല്ല എന്നതിൻ്റെ പേരിൽ അവരെ ഒറ്റപ്പെടുത്തരുത്. അവരെ അന്വേഷിച്ച് കണ്ടെത്തൂ, അവരെ തേടിച്ചെല്ലൂ നമ്മൾ. എന്നിട്ട് അവരെ നമ്മൾ ചേർത്ത് നിർത്തി അവർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യണം, അവർക്ക് വേണ്ടി പൊരുതണം, അവരുടെ കൂടെ നിൽക്കണം. എന്നിട്ട് ഇത് നേടിയെടുക്കണം. അത് ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ ഇതുമായിട്ട് എത്തണം. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെൻറ് പുനഃപരിശോധിക്കും. പൊളിറ്റിക്കലി ഈ വരുന്ന റിഫോം പാർട്ടി അധികാരത്തിൽ വരും എന്ന കാരണം കൊണ്ട് ഗവൺമെൻറ് അറിഞ്ഞു വന്ന നമ്മളെപ്പോലുള്ള വിസ കൃത്യമായി ഹോം ഓഫീസ് അടിച്ചു തന്ന വിസയോടുകൂടി ഇവിടെ വന്ന എല്ലാ റൈറ്റ്സോടും കൂടി നമ്മളിവിടെ നിൽക്കുമ്പോൾ, നിയമത്തിൻ്റെ ഒരു കുരുക്ക് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ഇവിടെ നീതിന്യായ കോടതികളുണ്ട്. നിയമത്തിൻ്റെ എല്ലാ വ്യവസ്ഥകളിലൂടെയും നമുക്ക് പോകാൻ സാധിക്കും. അങ്ങനെ പോയിട്ടാണെങ്കിലും അത് നമുക്ക് നേടിയെടുക്കുവാനുള്ള സാഹചര്യമുണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മൾ അതിന് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. PR എന്ന് പറയുന്നത് ഒരു അവസാന വാക്കല്ല. നമ്മൾ ജീവിതത്തിൻ്റെ ഒരു യാത്രയിൽ നമുക്ക് കിട്ടുന്ന ഒരു പൗരനെ പോലെ ജീവിക്കാനുള്ള എല്ലാ അധികാരാവകാശങ്ങളും നമുക്ക് തരുന്നു എന്നുള്ള ഒരു പ്രിവിലേജസ് മാത്രമാണ്. ആ പ്രിവിലേജസ് നമ്മൾക്ക് കിട്ടിക്കോളും. അത് നമ്മൾ ഇപ്പോൾ കുറച്ച് വൈകിയാലും നമുക്കത് കിട്ടും. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ചെയ്തു വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്തു വെക്കുക, നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആകരുത്. നിങ്ങൾ ഇവിടുന്ന് ഇതെല്ലാം ഇട്ടെറിഞ്ഞ് നിങ്ങൾ ഏത് രാജ്യത്തേക്ക് പോയാലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ആ രാജ്യങ്ങളിലെല്ലാം നിയമങ്ങൾ മാറിയാൽ നമ്മൾ എങ്ങോട്ട് പോകും? പിന്നെ നമ്മൾ ഇവിടെ നിന്ന് കെട്ടിപ്പെറുക്കി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിക്കുക. അവിടെയും നിയമങ്ങൾ മാറിയാൽ നമ്മൾ എവിടേക്ക് പോകും? നമുക്ക് പേടിച്ചാൽ ഓടി ഒളിക്കാൻ സ്ഥലമില്ലല്ലോ. നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. നിയമപരമായി നമുക്ക് കിട്ടേണ്ടതാണെങ്കിൽ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ നീതി നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നമ്മൾക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ അത് സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് വലിയ കാര്യമാണ്, ഇതെൻ്റെ ജീവിതമാണ്, ഇതെൻ്റെ പ്രശ്നമാണ്, ഇതെൻ്റെ പ്രതിസന്ധിയാണ്, എനിക്കിതിനകത്ത് നിന്ന് കരകയറാൻ പറ്റില്ല എന്ന ഒരു തോന്നലാണ് നിങ്ങളെ അലട്ടുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊന്നും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരു അവസാനത്തെ അധ്യായമല്ല. ഇതിലും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ പറ്റുന്ന അവസരങ്ങൾ നമുക്കുണ്ടാവും. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഞാൻ സത്യൻ്റെ ചാനലിൽ തന്നെ ഞങ്ങൾ 3-4 പേര് കൂടി വീഡിയോ ചെയ്തിരുന്നു. എത്ര വലിയ റെസ്പോൺസാണ് അതിലുണ്ടായത്! എന്തുമാത്രം ആളുകളാണ് അതിനുവേണ്ടി ഞങ്ങളെ വിളിച്ചത്. അപ്പോഴും ഞങ്ങൾ അവരോട് പറഞ്ഞു, ഞങ്ങൾ വിസ കച്ചവടക്കാരല്ല, ഞങ്ങൾ വിസ സെല്ല് ചെയ്യുന്നവരല്ല, ഞങ്ങൾക്ക് വിസയിൽ 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ഒരു വിസ കച്ചവടവും ചെയ്യുകയില്ല. പക്ഷേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നുണ്ട്. എന്താണെന്നറിയോ?
നിങ്ങൾക്ക് ബിസിനസ് ചെയ്യുവാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ 2 കൈ നീട്ടി ഞങ്ങൾ സ്വീകരിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു തരും. ആ വീഡിയോ എത്രമാത്രം ആളുകൾ കണ്ടു, എന്തുമാത്രം ആളുകൾ വിളിച്ചു, ഇപ്പോഴും കോൺടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു സമൂഹത്തിന് അവർക്ക്, ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറയാം, ഇപ്പോൾ 3 തവണയല്ല 4 തവണ നമ്മൾ വിസ അടിക്കണം. ഒരു കെയർ ഹോമിലോ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമിലോ ഒക്കെ നിൽക്കുന്നവർ 10 വർഷത്തെ PR-ലാണ് ഗവൺമെൻറ് തീരുമാനം എടുക്കുന്നതെങ്കിൽ, നമ്മൾ മറ്റൊരു ആശ്വാസം പറയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്, എങ്കിൽ 3 അല്ല 4 തവണ വിസ അടിക്കണം 3 വർഷം കൂടുമ്പോൾ. അപ്പോഴാണ് നമ്മൾ PR-ലേക്ക് പോകുന്നതെങ്കിൽ ഈ 3-4 തവണയും അവർക്ക് പണം കൊടുക്കണ്ടേ? അപ്പോഴും മതിലും പുറത്തിരിക്കുന്ന തേങ്ങ പോലെയാണെങ്കിൽ, നമ്മളുടെ ഈ വിസയിൽ നമുക്കൊരു ഉറപ്പില്ല എന്ന് തോന്നിയാൽ, നിങ്ങളുടെ കയ്യിൽ ഈ കൊടുക്കുന്ന പണം അതൊരു 50 ലക്ഷമോ 50,000മോ അല്ലെങ്കിൽ 30,000മോ അങ്ങനെ ആ ഒരു റേഞ്ചിലുള്ള ഒരു എമൗണ്ട് ആണെങ്കിൽ, അതിന് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടെത്തിയാൽ, ഒരു ബിസിനസ്സിൻ്റെ ആയി നിങ്ങൾ തീർന്നാൽ, നിങ്ങളുടെ സ്വന്തം ബിസിനസ് നിങ്ങൾ ചെയ്യുന്ന ആളായാൽ, നിങ്ങളൊരു കോൺട്രിബ്യൂട്ടർ ആയില്ലേ ഇവിടെ? നിങ്ങളൊരു ബിസിനസ്സിൻ്റെ ഓണറായി നിങ്ങൾക്ക് മാറാൻ കഴിയില്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളെ ആരെങ്കിലും പറഞ്ഞു വിടുമോ? പക്ഷേ അതൊരു വിസ കിട്ടാൻ വേണ്ടി മാത്രം, ഒരു വിസയ്ക്ക് വേണ്ടി മാത്രമായിരിക്കരുത്. എക്സാക്ട്ലി ഒരു ബിസിനസ് ഫയർ ഉണ്ടായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിൽ. ഞാനൊരു ബിസിനസ് ഉണ്ട് എൻ്റെ കയ്യിലൊരു പ്രോജക്റ്റ് ഉണ്ട്, എനിക്കത് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, എനിക്ക് ഇന്നതാണ് എൻ്റെ സാഹചര്യം എന്ന് ഈ രാജ്യത്തിൽ നിൽക്കുന്നവർക്ക് ചിന്തിച്ചുകൂടെ? ഇനി പുറത്തുള്ളവർ, അവർക്ക് പുതിയതായൊരു ബിസിനസ് സംരംഭം തുടങ്ങാൻ എത്രയോ ആളുകൾക്ക് വരാം. ഗൾഫ് മിഡിൽ ഈസ്റ്റിലുള്ളവർക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എത്രയോ ആളുകൾ വിളിക്കുന്നുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം. അതിനുള്ള നിയമസഹായം അടക്കം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ കിട്ടേണ്ടതാണെങ്കിൽ ഞങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. ഞങ്ങൾക്ക് അതിൻ്റെ പേരിൽ ഒരു പൈസയും വിസയ്ക്ക് വേണ്ടി ഞങ്ങൾ മേടിക്കില്ല. ഇത് പബ്ലിക്കിൽ വിളിച്ച് പറയുന്ന കാര്യമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും അതിലൂടെ നീങ്ങണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് ചിന്തിക്കാം. എനിക്ക് എൻ്റെ ജോലി, എൻ്റെ ഫാമിലിയുടെ ജോലി എനിക്ക് ഉറപ്പ് വരുത്തിക്കൂടെ? അങ്ങനെ ഒരു ബിസിനസ് വിസ കിട്ടിക്കഴിഞ്ഞാൽ, അവർക്കൊരു ബിസിനസ്സുകാരായി മാറിയാൽ, അവർക്ക് അതിലൂടെ അവരുടെ ഫാമിലിക്ക് മൊത്തം ഇവിടെ ജീവിക്കാൻ ആരെങ്കിലും പറഞ്ഞു വിടുവോ? നിങ്ങളെ ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്യുമോ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? അവർ തന്നെയല്ലേ അവരുടെ ഓണർ. ഇത് ഞാൻ പറയുന്നത് എന്തിൻ്റെ പേരിലാണെന്നറിയോ? ഒന്നുമില്ല, ഒരു വഴിയുമില്ല, എല്ലാ വഴിയും അടഞ്ഞു, ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണെങ്കിൽ അതിനൊരു വഴിയും കൂടിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് 10, 20, 25 വർഷമായിട്ട് ഇവിടെ ജീവിച്ച ആളുകളാണ് ഞങ്ങൾ. അതിൻ്റെ ബേസിൽ കിട്ടിയ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ഒരു കറേജായിട്ട് ഇതിനെ കണ്ടാൽ മതി. എന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് വേണ്ട എല്ലാ അഡ്വൈസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. താങ്ക് യു മാധുചേട്ടാ, വളരെയധികം നന്ദി. ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ധാരാളം UK-ൽ നിലനിൽക്കുന്നു. ഈ ഒരു എംപ്ലോയി ലെവലിലല്ല, ഒരു ബിസിനസ്സിലോട്ട് മാറാൻ കഴിയുന്ന സാധ്യതകൾ കൂടിയാണ് ഇപ്പോൾ UK-ലുള്ളത്. അത് തിരിച്ചറിഞ്ഞ് ആ ലെവലിലോട്ടും നിങ്ങൾക്ക് വരാനുള്ള ഓപ്ഷനുണ്ട്. അതിനായി ഇപ്പോൾ മാധുചേട്ടൻ്റെ നമ്പർ ഈ വീഡിയോയിൽ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഹെൽപ്പും അതും ഫ്രീ ആയിട്ട് തന്നെ മാധുചേട്ടൻ നൽകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ മാധുചേട്ടനെ വിളിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു മാധുചേട്ടാ, വളരെയധികം നന്ദി.